സോ ഫ്രണ്ട്സ്, ഞങ്ങൾ തെക്കുബീറൊക്കെ ചൊല്ലി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ പടക്കം പൊട്ടിക്കാൻ വിചാരിച്ചു, നാളെ പെരുന്നാളല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ കളർ പുത്തിരിയാണ് പൊട്ടിച്ചത്. നല്ല ചുവപ്പ് കളറുള്ള ഒരു കളർ പുത്തിരി, നല്ല രസമുണ്ടായിട്ട് കളിക്കാൻ. ഞങ്ങൾ നല്ല സന്തോഷിച്ച് കളിക്കുന്നത്. പിന്നെ ഫ്രണ്ട്സ്, ഞങ്ങൾ പൊട്ടിച്ചത് മേശപ്പുത്തിരിയാണ് കേട്ടോ. എന്താ ഒരു ഭംഗി കാണാൻ, മഴമാക്കി ഇങ്ങനെ ഈ ഒരു തീയലിൻ്റെ താഴത്തേക്ക് വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. പിന്നെ ഞങ്ങൾ പൊട്ടിച്ച ചക്രമാണ് കേട്ടോ. നല്ല ഫാസ്റ്റ് കറങ്ങുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ചാടി കളിക്കുന്നുണ്ട്. നമുക്ക് അത്രയും സന്തോഷം. ഇതൊക്കെ പൊട്ടിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ലൊരു സന്തോഷമുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഫ്രണ്ട്സ്, ഞങ്ങൾ ചക്രം പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേറൊരു പൂത്തിരി പൊട്ടിക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതാണ് വേറൊരു ഒരു കളർ പൂത്തിരി. അപ്പോൾ ഞങ്ങൾ ഒക്കെ ഇങ്ങനെ പൊട്ടിച്ച് സന്തോഷത്തോടെ ഇരിക്കുക. എനിക്കാണെങ്കിൽ ഈ പൂത്തിരിയൊക്കെ പൊട്ടിക്കുമ്പോൾ നല്ല പേടിയാണ്. പക്ഷേ ഇപ്പോൾ ഒരു പേടികളൊക്കെ വരെ പോയി. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തരാം. നിങ്ങൾ കമൻറ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടക്കം ഏതാണ്, പടക്ക പൂത്തിരി അങ്ങനത്തെയൊക്കെ എന്തെങ്കിലും ഒന്ന് കമൻറ്റിൽ എഴുതണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ അനിയത്തിക്ക് ഈ പടക്കുന്ന സാധനം നല്ല പേടിയാണ് കേട്ടോ. അതിൻ്റെ സൗണ്ടും പിന്നെ കൈമൊക്കെ തെറുക്കുള്ളൊരു പേടിയാണ് അവൾക്ക്. അപ്പോൾ പിന്നെ ഞങ്ങൾ പൊട്ടിച്ചത് ഒരു ഇലക്ട്രിക് പൂത്തിരിയാണ് കേട്ടോ. പൊട്ടിയുമ്പോൾ ഇലക്ട്രിക് പൂത്തിനൊക്കെയാണ് കളിച്ചപ്പോൾ ഞങ്ങൾ അതൊക്കെ പൊട്ടിച്ചു. അങ്ങനെ എൻ്റെ അനിയത്തിയെ പടക്കം പൊട്ടിച്ച് കഴിഞ്ഞു. ഓൾ കറക്കലോടെ കറക്കണേ, അങ്ങനെ ഓളെ പേടി എവിടേക്കോ പോയിന്നായി. പിന്നെ നമ്മളെ ചിക്ക് ബുക്ക് എന്ന പടക്കം പറഞ്ഞു. എനിക്ക് ചിക്ക് ബുക്ക് എന്താണെന്ന് പോലും അറിയില്ല. അപ്പോൾ ഞങ്ങൾ ചിക്ക് ബുക്ക് എന്ന പടക്കം വാങ്ങി. നല്ല രസം കിട്ടുക. ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല അത്രക്കും രസം. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പടക്കമൊക്കെ കാണുന്നത്. അപ്പോൾ അത്രക്കും ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള ഒരു പടക്കം എന്നിട്ടത്. അങ്ങനെ ഞങ്ങൾ ചിക്ക് ബുക്ക് കുറേ പൊട്ടിച്ചു. അത്രക്കും രസം ഉണ്ടായിക്കൊണ്ട്. അപ്പോൾ നമുക്ക് പൊട്ടിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അത് എവിടേക്കൊക്കെ പോയിട്ട് പൊട്ടണത്, മേലെ പോയിട്ടും താഴത്ത് പോയിട്ടൊക്കെ നല്ല രസത്തിൽ നമ്മൾ വിചാരിക്കാത്ത പോലെയാണ് ഇത് പൊട്ടുന്നത്. അത്രക്കും രസമല്ലേ. പിന്നെയാണ് പൊട്ടിച്ചത് ഇത് മേശപ്പൂത്തിരി ആയിരിക്കുള്ള ഒരു പടക്കം ഉണ്ടായിട്ട് പേരെന്താണെന്ന് അറിയില്ല. അത് നല്ല രസം കേട്ടോ. അത് മേശപ്പൂത്തിനെക്കാട്ടും രസമുണ്ടായിരുന്നു. കാരണം അത്രക്കൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു രീതിയിലായിട്ട് അത് പൊട്ടിയുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഈദിനൊക്കെ ഒരു വീഡിയോ ഇട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ മറക്കാതെ കാണണം. ബൈ.